ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനിക്കയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ചന്തേരി സിൽക്ക് കോട്ടൺ സാരീസാണ്. ഇതേപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന സാരീസാണ് കേട്ടോ. നമ്പർ 1 ആണ്. ഒരു മെറൂണിഷ് കളർ ടോണിലാണ് വരുന്നത്. പിന്നെ ഈ സാരീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് തവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന പ്യുവർ ചന്തേരി സിൽക്ക് കോട്ടൺ സാരീസാണ് കേട്ടോ. സിന്തറ്റിക് സാരീസിൻ്റെ പോലെ പെർഫെക്ഷനോ തിളക്കോ മിനുക്കോ അങ്ങനെയൊന്നും അല്ല ഉണ്ടായിരിക്കുക. അതിനൊരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒരു ഭംഗിയും ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു ട്രഡീഷണൽ ഒതൻറ്റിക് ലുക്കൊക്കെയാണ് അതിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്നതാണ്. പല ടൈപ്സ് ഓഫ് പ്രിൻറ്റിങ് ടെക്നിക്സ് ആണ് ഓരോ സാരീസിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഈ സാരീസിൻ്റെ റേറ്റ് വരുന്നത് 2300 ആണ്. നമുക്ക് എല്ലാ സാരീസിൻ്റെയും മാനുഫാക്ചേഴ്സ് റേറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെയും പല ഇഷ്യൂസ് കാരണം അവർ പ്രൈസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 2300 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ മുന്നത്തെ സ്റ്റോക്കിൽ ജസ്റ്റ് ഇതിന് മുന്നേ ഇട്ട വീഡിയോയിലത്തെ സ്റ്റോക്കിലുള്ള ഒരു 2 കളർ സാരി ഉണ്ട്. അതിന് മുന്നത്തെ 2250 ആണ്. അതുകൂടാണ്ട് ലാസ്റ്റ് വരുന്ന സാരീസ് ആ ഒരു നാച്ചുറൽ ഡൈനിൽ വരുന്ന സാരീസ് 2750 ഉണ്ട്. അങ്ങനെ ഒരു 3 പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ ചന്തേരി സാരീസ് വന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 1 ആണ്. പല്ലു ഇതേപോലെ കേട്ടോ. ഈ ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രിൻറ്റും കളറും ഒന്നും ഈവൺ ആയിരിക്കില്ല. ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അത് പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടിയാണ് കേട്ടോ. അപ്പം അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഇങ്ങനെ തന്നെയാണ് സാരീസ് വരിക. അപ്പം അങ്ങനത്തെ ടൈപ്പ് സാരീസ് ഇഷ്ടമുള്ളവർ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. നമ്പർ 1 ഇങ്ങനെയാണ് പല്ലു. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. ഇതേപോലെ ഒരു മെറൂണിഷ് കളറാണ് കേട്ടോ. 1 സൈഡ് ഇതേപോലെ സ്ലീവ്സിൽ വെക്കാനുള്ള ബോർഡേഴ്സ് വരും. ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഒക്കേഷണൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. പിന്നെ ഇതിൽ ഇങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കാണും. ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നത് ഈ ലാൻഡ് ഏരിയയിലും പുല്ലിലും മണ്ണിലും ടെറസിലൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അത് ഇതിൽ സ്വാഭാവികമാണ്. അതൊന്ന് തട്ടിക്കളഞ്ഞാൽ പോകും, അല്ലെങ്കിൽ ഒന്ന് തുണി മുക്കി തുടച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോകുന്നതാണ് കേട്ടോ. ഇതേപോലെ സാരി വരും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2300. അടുത്തത് നമ്പർ 2 ആണ്. എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ നമ്പർ കൂട്ടിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് വേഗം അവൈലബിലിറ്റി പറയാൻ പറ്റുക കേട്ടോ. പുതിയ കസ്റ്റമേഴ്സിനോടായിട്ടാണ് സൂചിപ്പിക്കുന്നത്. പുതുതായി കാണുന്നവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതേപോലെ കേട്ടോ. ഈ സാരീസിന് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഹ്യൂജ് എൻക്വയറി ആണ്. അപ്പോൾ അത് ആവശ്യക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ. അതുകൊണ്ട് അത് ഇഷ്ടമായിട്ടുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക. ഇതേപോലെ സാരി വരിക. നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ് പാറ്റേൺ ആണ്. പ്യുവർ ചന്തേരി സിൽക്ക് കോട്ടൺ ആണ്. ഇതേപോലെ ഞാനിപ്പോൾ ഡബിൾ ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. 1 ലെയറിൽ ഇടുമ്പോൾ ഇത്രയും കൂടെ നല്ല രസമായിട്ട് കിടക്കും കേട്ടോ. നമ്പർ 2 കണ്ടോ. ബോർഡേഴ്സ് ഇതേപോലെ കുഞ്ഞൊരു ഗോൾഡൻ സെറി ബോർഡർ വരും. പല്ലു വരുന്നത് ഈ ഒരു വൈറ്റിഷ് ടോണിലാണ്. ബ്ലൗസ് ഇതേപോലെ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ബ്ലൗസ് ഇത്തിരി ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാരി സ്റ്റൈൽ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഓഫീസ് വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണേ. ഇനിയിപ്പോൾ ഒരു കാഷ്വൽ ലുക്കിന് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്ന് അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇതേപോലെ വരും. റേറ്റ് 2300. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ലൊരു ബ്ലൂ ആണ്. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലൊരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത്. ഫ്ലോറൽ തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് കേട്ടോ. അടിപൊളിയാണ്. ഈ ഫ്ലോറലിന് എപ്പോഴും നമുക്ക് ഭയങ്കര എൻക്വയറിയാണ്. ഇതങ്ങനെ ഒരുപാട് കിട്ടാറും ഇല്ല കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് പർച്ചേസ് ചെയ്യായിരിക്കും നല്ലത്. ഒരു സാങ്കനേരി പ്രിൻറ്റ് പാറ്റേണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു ഷെയ്ഡ്സൊക്കെ നമുക്ക് എപ്പോഴും റെയർ ആയിട്ടാണ് ഈ ചന്തേരി സിൽക്ക് കോട്ടണിൽ വരിക. കണ്ടോ. പല്ലു ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ കേട്ടോ.
കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റ് പാറ്റേണും ഡൈയിങ് പാറ്റേണും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇംപെർഫെക്ഷൻസും കളർ സ്മഡ്ജസും അതുപോലെ കളർ ഈവൺ ആവാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് തികച്ചും നോർമലാണ് ഇത്തരം സാരികളിൽ. നമുക്ക് മാനുഫാക്ചേഴ്സ് ആണെങ്കിലും അതിന് നമ്മളുടെ അടുത്തുനിന്ന് റിട്ടേൺ ഒന്നും അവർ എടുക്കില്ല. ഇങ്ങനെ തന്നെയാണ് ഈ സാരീസ് വരിക കേട്ടോ. അപ്പം എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. നമ്മൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവാത്തവരുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്നത് കേട്ടോ. ഇതേപോലെ ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് ഹ്യൂജ് എൻക്വയറിയാണ് കേട്ടോ ഈ ചന്തേരി സിൽക്ക് കോട്ടൺ സാരീസിന്. അപ്പോൾ അത് വരുമ്പോഴേ നമുക്കത് സോൾഡ് ഔട്ടായി പോവാറുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളെ അറിയിക്കുക. ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ. അടുത്തത് ഇതാ നമ്പർ 4 ആണ്. ഇതേപോലെ നല്ലൊരു ഫ്ലോറൽ, ആ ഒരു പ്രിൻസൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടാണ് വരിക. പക്ഷെ നമ്മളിത് വെയർ ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. കണ്ടോ, നമ്പർ 4 ആണ്. ലൈറ്റ് ഒരു ഗ്രീനാണ്, ഒരു സ്പെഷ്യൽ കളറാണ്. അതിലിതാ മൾട്ടി കളറിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് പാറ്റേൺ വന്നിട്ടുള്ളത്. പല്ലു ഇതേപോലെ വരിക. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 2300 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അടുത്തത് നമ്പർ 5 ആണ്. ഇതേപോലെ ഒരു കാഷിഷ് കളറിലാണ് വരിക. ഇതും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരിക. പല്ലുവിൽ ആ ഒരു പ്രിൻറ്റിൻ്റെ കളറൊക്കെ ഇതേപോലെ ഒരു സ്മഡ്ജ് ലുക്കിലാണ് കേട്ടോ വരിക. കണ്ടോ, ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ഒരു മേക്കിംഗ് കഴിയുമ്പോൾ അത് വരിക. അപ്പോൾ നമുക്ക് സാധാരണ സെമി വേർഷൻ സാരിയിലോ സിന്തറ്റിക്കിലോ കാണുന്ന പോലെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ല ഇരിക്കുക. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. കണ്ടോ, ഇതേപോലെയാണ് ഒരു കാഷിഷ് കളറിൽ വിത്ത് ബോർഡേഴ്സായിട്ട് ആ ഒരു പ്രിൻറ്റ് കണ്ടോ. ഇത് ഓരോ കളറും ഓരോരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കളറ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തും കളർ ചെയ്തും എടുക്കുന്നതാണ്. അപ്പോൾ അത് ഈവൺ ആയിരിക്കില്ലേ, ഇതേപോലെ ആയിരിക്കും. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. പല്ലു ഇതേപോലെ ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ വരിക കേട്ടോ. ഒരു റെയർ ആയിട്ടുള്ള ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് 2300 ആണ്. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെ കേട്ടോ, ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ. ഇതേപോലെ സാരി വരിക. നമ്പർ 6 ആണ്. കണ്ടോ, ബോർഡേഴ്സ് ഇതേപോലെ. ഈ സൈഡിലുള്ള ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, ഓരോ കളറിനനുസരിച്ചും അതിൻ്റെ ആ ഒരു കളറ് മാറി മാറി വരും കേട്ടോ. അതൊരു ഡൈയിങ്ങിൻ്റെ സംഭവത്തിൽ വരുന്നതാണ്. പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് ബ്ലൗസ് വരുന്നത്. വൺ സൈഡിൽ ഇതേപോലത്തെ ഒരു സെറി ബോർഡർ മാത്രം, വൺ സൈഡിൽ ഇതേപോലെ വരും കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് 2300 ആണ്. അടുത്തതാ ഇതേപോലെ നമ്പർ 7 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ് പാറ്റേൺ ആണ്. എല്ലാ പ്രിൻസും ഓരോരോ സാരിയിൽ വരുന്നതും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഒരു ടെക്നിക്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതേപോലെ സാരി വരും. ഇതിലിങ്ങനെ കണ്ടോ, ഒരു പ്രിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ തെറിച്ച് വീണിട്ടുള്ള പാടുകളൊക്കെ ഉണ്ട്. അത് ഈ സാരീസിൽ ഇങ്ങനെ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ്. നമ്പർ 7 ആണ്. പല്ലു ഇതേപോലെ വരും ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ. ഇത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻ ഒന്നും നമുക്ക് അങ്ങനെ കാണില്ല. വൺ സൈഡിൽ ബോർഡർ ഇതേപോലെ കേട്ടോ. ആ ഒരു പ്രിൻറ്റിൻ്റെയും കളർ കോമ്പിനേഷൻ്റെയും ആ ഒരു മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു ഭംഗിയാണ് എടുത്ത് കാണിക്കുക കേട്ടോ. അത് ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ എല്ലാത്തിൻ്റെയും, കലങ്കാരിയൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. റേറ്റ് വരുന്നത് 2300. അടുത്തത് നമ്പർ 8 ആണ്. ഇതേപോലെ
ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. ഒരു ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ്, സ്പെഷ്യൽ ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 8 ആണ്. പല്ലു ഇതേപോലെ വരും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ, ഇതിലൊരു പ്രിൻറ്റ് പാറ്റേൺ വരുന്നുണ്ട്. സ്ലീവ്സിൽ ഇങ്ങനെ വരും, വൺ സൈഡ് ഇതേപോലെ വരിക കേട്ടോ. റേറ്റ് 2300 ആണ് വരുന്നത്. ഇതിപ്പോൾ ഈ ഓരോ സാരീസും നമുക്ക് ഓരോ പ്രാവശ്യം കിട്ടുന്ന പ്രൈസിനനുസരിച്ചാണ് ഈ സാരീസിൻ്റെയും പ്രൈസിങ് വരിക കേട്ടോ. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലെ വരിക കേട്ടോ. ഇതെല്ലാം വാഷ് കെയർ എടുക്കേണ്ട സാരീസാണ് കണ്ടോ. ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിലുള്ള റിമൈനിങ് 1 പീസാണ്. ഇതിൻ്റെ റേറ്റ് 2250 ആണ്. ഇതേപോലെ കേട്ടോ. ഇത് ഒരുപാട് പീസസ് നമ്മുടെ നിന്ന് സോൾഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൽ റിമൈനിങ് ഒരു പീസേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇതാണ് പല്ലു. ആ ഒരു ചെക്ക് പാറ്റേൺ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ്. പിന്നെ ബ്ലാക്കിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. ബ്ലൗസ് ഇതേപോലെ കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. പോൾക്ക ഡോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിലും ഇത് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. റേറ്റ് 2250. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു മെറൂണിഷ് ടോണിലാണ് വരുന്നത്. ഇതിൻ്റെയും റേറ്റ് 2250 ആണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരിക. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പല്ലു ഇതേപോലെ, ബ്ലൗസ് ഇങ്ങനെ വരുന്നത് കേട്ടോ. കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. വൺ സൈഡ് ബോർഡർ ഇതേപോലെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2250. ഇതാ ഇതേപോലെ നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന പ്യുവർ ചന്തേരി ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന സാരിയാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഈ സാരീസിൽ ഒരു 2-3 ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതിനകത്തല്ലോ ഇതേപോലെ സാരി വരിക. ഇത് ഉടുത്ത് വരുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പർബാണ്. ബ്ലാക്ക് ആൻഡ് ഈ ഒരു മെറൂണിഷ് ടോണാണ്. നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന കളറാണ്. പല്ലു ഇങ്ങനെ, ബ്ലൗസ് പീസും ഇതിന് ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. ഇതേപോലെ ആ ഒരു ഡിസൈൻ വരിക കേട്ടോ. വൺ സൈഡ് ബോർഡർ സ്ലീവ്സിൽ വെക്കാൻ ഇതേപോലെ വരും. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 2750 ആണ്. ഇതിലൊന്നും ഒരുപാട് പീസില്ല, ലിമിറ്റഡ് പീസുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇത് സാരിയാണ്. ഇതേപോലെ വരിക. ഒരു സ്പെഷ്യൽ കളറാണേ. ഒരു ബ്രൗൺ ബ്ലാക്ക് അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു ടിൻറ്റിൽ ഇതേപോലെ ഒരു ഫെനുഗ്രീക്കിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ഉലുവേൻ്റെ കളറൊക്കെ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ഇതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും പാറ്റേണുമാണ്. ഇതാ കണ്ടോ, ഇതേപോലെ സാരി വരിക. നമ്പർ 12 ആണ്. നല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാട്ടോ. നമ്പർ 12 ആണ്. പല്ലു ഇങ്ങനെ, ബ്ലൗസ് ഇതേപോലെ. കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. കോമൺ അല്ലാത്തത് വേണമെന്നുള്ളവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതും 2750 വരുന്ന സാരിയാണ്. നമ്പർ 13 ആണ്. ആ ഒരു നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന പ്യുവർ ചന്തേരി സിൽക്ക് സാരി ഹാൻഡ് ബ്ലോക്കിൽ. ഇതാണ് ഈ ഡിസൈൻ. നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഡിസൈനായിരുന്നു കേട്ടോ. നമ്പർ 13. ആ ഒരു ബ്ലാക്കും ഈ ഒരു മെറൂണിഷ് കളറും സൂപ്പർബാണ് കോമ്പിനേഷൻ. പല്ലു ഇതേപോലെ, അതിൽ കണ്ടോ പല്ലുവിൽ ആ ഒരു ഗോൾഡൻ സെറിയൊക്കെ വരും. ബ്ലൗസ് വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതേപോലെ വിത്ത് ബോർഡർ, വൺ സൈഡിൽ ഇതേപോലെ ബോർഡർ വരും കേട്ടോ. റേറ്റ് 2750 ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ സാരീസിലൊക്കെ കണ്ടോ, ഇതിൻ്റെ ബോർഡേഴ്സിലൊക്കെ കാണാം ഇതേപോലെ. അത് ആ പ്യുവർ ഹാൻഡ് മെയ്ഡ് സാരിയാണെന്നുള്ളത് ഒരു പ്രൂഫാണ്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.